പ്രത്യേകിച്ചൊരു മുന്നൊരുക്കമൊന്നുമില്ലാതെ വാദി ഷീസ് എന്ന മരുഭൂമിയിലെ പച്ചപ്പിലേക്ക് ഇറങ്ങിപ്പുറപ്പെട്ടൊരു യാത്രയിലെ മനോഹരമായൊരു അനുഭവമായിരുന്നു നജ്ദ് അൽ മഖ്സർ. ഷാർജ എമിറേറ്റ്സിലെ ഖോർഫക്കാൻ മലനിരകൾക്ക് താഴെയുള്ള താഴ്വരയിൽ വാദി വാഷി എന്ന കുഗ്രാമത്തിൽ മലമുകളിൽ തലയുയർത്തി നിൽക്കുന്ന 300 വർഷം പഴക്കമുള്ള ഒരു കോട്ടയുണ്ട്. അതാണ് നജ്ദ് അൽ മഖ്സർ. അതിനോട് ചേർന്ന് 1 നൂറ്റാണ്ട് പഴക്കമുള്ള തികച്ചും പരമ്പരാഗതമായ രീതിയിൽ കല്ലും മണ്ണും ഈന്തപ്പനകൾ ഉപയോഗിച്ച് നിർമ്മിച്ച 13 വീടുകൾ. ഒറ്റ നോട്ടത്തിൽ യൂറോപ്പിലെ ഏതോ മധ്യകാല ഗ്രാമത്തിൽ എത്തിപ്പെട്ട പോലെ തോന്നിപ്പിക്കുന്ന പർവതങ്ങളുടെ ചരിവുകളിൽ ചവിട്ടുപടികളും തട്ടുകൾ തിരിച്ച കോട്ടേജുകളും ഏറ്റവും മുകളിൽ അതിഗംഭീരമായ ഒരു കോട്ടയും. ഈന്തപ്പന കൃഷി ചെയ്തും വിപണനം നടത്തിയും ഉപജീവനം കണ്ടെത്തിയ പുരാതന ഗ്രാമീണരുടെ ജീവിതത്തിലേക്കും സംസ്കാരത്തിലേക്കും ജലവും ഫലഭൂവിഷ്ടമായ മണ്ണും എപ്പോഴും സമൃദ്ധമായിരുന്ന ഖോർഫക്കാൻ പർവ്വതങ്ങളുടെയും വാദിയുടെയും സമൃദ്ധമായ താഴ്വരകളുടെയും അതിമനോഹരമായ കാഴ്ചകളിലേക്കുമാണ് ഈ യാത്ര. ഈ ഗ്രാമത്തിലെ ഏറ്റവും പ്രശസ്തമായ സ്മാരകം ചരിത്രമുറങ്ങുന്ന അൽ മഖ്സർ ടവറാണ്. ഇത് ഏകദേശം 300 വർഷങ്ങൾക്ക് മുൻപ് പർവ്വതത്തിൻ്റെ മുകളിൽ നിർമ്മിച്ചതാണ്. അൽ റബി ടവറും അൽ അദ്വാനി ടവറും ഉൾപ്പെടുന്ന ഖോർഫക്കാനിലെ വാച്ച് ടവർ ശൃംഖലയുടെ ഭാഗമാണ് അൽ മഖ്സർ ടവർ. BC 2000 വരെ പഴക്കമുണ്ടെന്ന് പറയപ്പെടുന്ന ഒട്ടകങ്ങളുടെയും കുതിരകളുടെയും ചിത്രങ്ങളുള്ള കൊത്തിയെടുത്ത കല്ലുകളും പെട്രോഗ്ലിഫിക്കുകളും കണ്ടെടുക്കപ്പെട്ട അറബ് എമിറേറ്റ്സിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ആർക്കിയോളജിക്കൽ സൈറ്റ് കൂടിയാണ് ഇത്. എണ്ണ കണ്ടെത്തുന്നതിന് മുമ്പുള്ള അറബ് ജീവിതത്തിൻ്റെ നേർചിത്രം ഇന്നും ഇവിടെ അവശേഷിക്കുന്നു. മണൽക്കാടുകൾക്ക് നടുവിൽ പ്രൗഢിയോടെ തല ഉയർത്തി നിൽക്കുന്ന അമ്പരചുംബികളായ കെട്ടിടങ്ങളുടെയും അത്യാഡംബരത്തിൻ്റെയും നഗരമായ ദുബൈയുടെ തിക്കിലും തിരക്കിലും നിന്ന് ശാന്തമായൊരു ഇടം തേടിയിറങ്ങിയ ഞങ്ങൾ പറ്റിയ ഒരിടത്ത് തന്നെയാണ് ചെന്നെത്തിയത്. ഇവിടെ എത്തിച്ചേർന്നപ്പോൾ ഈ കാഴ്ചകളിലൂടെ ഇറങ്ങി നടക്കുമ്പോൾ നമ്മൾ നടക്കുന്നത് നമ്മുടെ തന്നെ ഉള്ളിൻ്റെ ഉള്ളിലേക്കാണെന്നും നമ്മുടെ തന്നെ ഉള്ളിൽ ഉൾച്ചേർന്നിട്ടുള്ള മാനുഷികത എന്താണെന്നും നമ്മൾ ഇവിടം മുതൽ തിരിച്ചറിയും. ഈ മഹാപ്രപഞ്ചത്തിലെ ഒരു പൊട്ടുപോലെ കിടക്കുന്ന ഭൂമിയിലെ കോടിക്കണക്കിന് ജീവജാലങ്ങളിൽ ഒന്നായ മനുഷ്യവംശത്തിലെ ജീവിച്ചിരിക്കുന്ന 700 കോടികളിൽ നിസ്സാരനായൊരു ആൾ മാത്രമാണ് ഞാനെന്നും എനിക്ക് മുൻപ് ഇവിടെ ജീവിച്ചിരുന്നവർ ഇവിടെ നേടിയതും വെട്ടിപ്പിടിച്ചതും എല്ലാം ഇവിടെ തന്നെ ഉപേക്ഷിച്ചു പോയവരാണെന്നും ആര് തിരിച്ചറിയുന്നുവോ അവനായിരിക്കും യഥാർത്ഥ മനുഷ്യൻ. മരിച്ചവരാരും തിരിച്ചു വന്ന് മരണത്തിൻ്റെ കഥ പറയാത്തിടത്തോളം കാലം
മനുഷ്യനെന്ന അല്പപ്രാണിയുടെ അഹങ്കാരം ശമിക്കില്ലെന്ന സത്യം ഒരു തിരിച്ചറിവായി ഞാനും എൻ്റെ ജീവിത പ്രാരാബ്ധങ്ങളിലേക്ക് മടങ്ങട്ടെ. യാത്രകളും കാഴ്ചകളും അനുഭവങ്ങളും തള്ളുകളുമായി നമുക്ക് വീണ്ടും കാണാം.